ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വണ്ടർ ടേസ്റ്റ് മീഡിയ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് നൂഡിൽസ് ആണ്. ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, സവാള, ക്യാബേജ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വെജിറ്റബിൾസ്. പിന്നെ ചില്ലി സോസും ടൊമാറ്റോ സോസും ഉണ്ട്. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ ഒരു വെജ് നൂഡിൽസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഓയില്, പിന്നെ ബട്ടർ യൂസ് ചെയ്യുന്നവർക്ക് ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നൂഡിൽസ് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നൂഡിൽസ് വേവിക്കുക. നൂഡിൽസ് വേവിക്കുമ്പോൾ കുറച്ച് ഓയിലൂടി ആഡ് ചെയ്യുവാണെങ്കിൽ അതിങ്ങനെ സ്റ്റിക്കി ആവാതിരിക്കും. അതും ഒരുപാട് ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥ വരണ വരെ വേവിക്കരുത്. ഒരു ഹാഫ് കുക്കാവുന്ന വരെയാണ് നമ്മൾ നൂഡിൽസ് വേവിക്കുന്നുള്ളൂ. മുട്ട 2 ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് അടിച്ചിട്ടാണ് ചിക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം മുട്ട കേടോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അറിയാം. നേരിട്ട് പാനിലോട്ട് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഒരു ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ചിക്കി എടുക്കുകയാണ് ചെയ്യണത്. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആക്ച്വലി നമ്മൾ അല്ലാതെ ചെയ്യുമ്പോൾ ജസ്റ്റ് മുട്ട ഇങ്ങനെ ചിക്കി എടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനകത്ത് കുരുമുളക് പൊടിയൊന്നും ഇടാറില്ല. അപ്പം മുട്ടയ്ക്ക് കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. ഞാനതുകൊണ്ട് ഇവിടെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നൂഡിൽസ് ആയിട്ടുണ്ട്. നൂഡിൽസ് ഒന്ന് വെള്ളം പോവാനായിട്ട് ഓട്ടപാത്രത്തിലൊക്കെ ഇട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ശരിക്കും സ്റ്റിക്കി ആയിട്ട് വന്നിട്ടില്ല. അത് വെന്തിട്ടുണ്ട്, എന്നാലും ഒട്ടിപ്പിടിക്കുന്ന രീതിയിലല്ല. അപ്പം ഞാനിനി അടുത്തൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ശകലം ഓയിലിടുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് ഓയിലിടുന്നതിന് പകരം കുറച്ച് ബട്ടർ ഇടുവാണെങ്കിൽ അതിനൊരു വേറെ ഫ്ലേവർ കിട്ടും കേട്ടോ. ഞാനിപ്പം എൻ്റെ അടുത്ത് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓയിലിട്ടിട്ട് ആ മുട്ടയൊന്ന് നന്നായിട്ട് ചിക്കി എടുക്കുവാണ്. ഇപ്പോൾ ഞാൻ മുട്ട എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതേ പാത്രത്തിൽ തന്നെ ഇനി വെജിറ്റബിൾസും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവാണ്. ആദ്യം ഞാനിവിടെ ക്യാരറ്റ്, ബീൻസും കൂടി ഇട്ടിട്ടാണ് ഒന്ന് ആ ഒരു പച്ചമണം മാറുന്ന വരെ, നന്നായിട്ട് കുക്കാവൊന്നും വേണ്ട, ആ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. സവാളയ്ക്കും ക്യാപ്സിക്കം അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വേവ് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഇടുക. ആദ്യമേ ഞാൻ ക്യാരറ്റ് ഇട്ടു, പിന്നെ ബീൻസ് ഇട്ടു, പിന്നെ ക്യാബേജാണ് ഇടുന്നത്. അതിന് ശേഷമാണ് സവാളയും ക്യാപ്സിക്കം ഒക്കെ ഞാൻ അതിനകത്തിട്ട് ഇടുന്നത്. ലാസ്റ്റ് മാത്രം ഇട്ടാൽ മതി. സവാളയും ക്യാപ്സിക്കവും ലാസ്റ്റ് ആഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലേവർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഓയിൽ ഒഴിച്ച സമയത്ത് ഒരു ശകലം വെളുത്തുള്ളി കൂടി 1-2 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്താൽ അതിനൊരു വേറെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഗ്രാമ്പോ പട്ടോ അങ്ങനെ എന്തെങ്കിലും ഇടണമെങ്കിൽ ആ സമയത്ത് അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേറൊരു ഫ്ലേവറും കൂടി ആവും. ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഷുഗർ ഇട്ട് ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടി നമ്മൾ ഇടുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസ് ഇവിടെ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ശകലം ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തോരം ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു അത്ര ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് എല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ആ എഗ്ഗും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നൂഡിൽസ് കുറച്ച് ഇട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിലിടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.